രാജു പി നായർ ഇപ്പോൾ എറണാകുളത്ത് നല്ല പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജില്ലയിൽ കഴിഞ്ഞ തവണ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം ഉണ്ടായിരുന്ന ഒരു ജില്ലയായിരുന്നു എറണാകുളം. 62% ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ പോളിംഗ് ശതമാനം ഉയരുന്നുണ്ട്. തൃപ്പൂണിത്തുറയിൽ വല്ലാത്ത രീതിയിൽ പോളിംഗ് ശതമാനം ഒരു ഉച്ചയോടുകൂടി തന്നെ ഉയർന്നു കാണുകയും ചെയ്യുന്നുണ്ട്. അത് എന്ത് സൂചനയാണ്? അവിടെ നേരത്തെ നിങ്ങൾ ഈ പറഞ്ഞ ഡീൽ ആരോപണത്തിന്റെ ഭാഗമായി അവിടേക്ക് 2020 സ്ഥാനാർത്ഥി എത്തിയെന്നൊക്കെ നിങ്ങൾ ഉന്നയിച്ചൊരു ആരോപണമാണല്ലോ. അതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് മധ്യ കേരളം പൊതുവെ തെക്കൻ കേരളത്തെക്കാൾ കൂടുതലായി നിങ്ങൾക്ക് അനുകൂലമായി എന്നൊരു വിശ്വാസമാണോ നിങ്ങൾക്കുള്ളത്? അല്ല, എറണാകുളത്ത് 14 സീറ്റും ജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ട് 14 സീറ്റും എറണാകുളത്ത് ജയിക്കും. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഏറ്റവും കൂടുതൽ അടികിട്ടാൻ പോകുന്ന ഉത്തര കേരളത്തിൽ നിന്നാണ്. ഇവരുടെ കോട്ടകളെല്ലാം തകർന്നു വീഴാൻ. കോഴിക്കോട് ഉണ്ടാകുമ്പോൾ മാറ്റം ചെറുതായിരിക്കില്ല. കണ്ണൂർ വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇവരുടെ കോട്ടകളൊക്കെ ഞാൻ എപ്പോഴും ഈ ശതമാനത്തിന്റെ കണക്കിൽ നിന്നുകൊണ്ട് ആര് ജയിക്കും ആര് തോൽക്കും എന്ന് പറയുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറവ് ശതമാനമായിരിക്കും യഥാർത്ഥത്തിൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഉണ്ടാവുക എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് യഥാർത്ഥ കണക്കുകൾ പുറത്തു വരട്ടെ. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് CPM-ന്റെ കോർ വോട്ട് അവരിൽ നിന്ന് നഷ്ടപ്പെട്ട് അതിൽ വലിയൊരു ഭാഗം UDF-ലേക്കും കുറെ BJP-ലേക്കും പോകുന്ന സാഹചര്യം ഇന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുപോലെ തന്നെ ന്യൂനപക്ഷം കൂട്ടമായിട്ട് UDF-ൽ നിന്ന് മാറി LDF-ൽ നിന്ന് മാറി UDF-ന് അനുകൂലമായിട്ട് മാറാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഈ ഒരു മൂഡ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ജനങ്ങളുടെ ഇടയിലുള്ളൊരു മൂഡ് കാരണം ഞങ്ങൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളും ഇടതുപക്ഷ ബോധമുള്ളവരും ഇന്ന് CPM-നെ കൈവിട്ടിരിക്കുന്നു. കാരണം അവർക്ക് അവരുടെ പാർട്ടിയെ രക്ഷിക്കാൻ അവരുടെ പാർട്ടിക്കെതിരായിട്ട് വോട്ട് ചെയ്യേണ്ട ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചുള്ള യാതൊരു തർക്കവുമില്ല. പിന്നെ ഈ അരുൺകുമാർ എപ്പോഴും വന്നിട്ട് 874 നടത്തിയെന്ന് എനിക്ക് ഏറെ അറിയാൻ ആഗ്രഹമുള്ളത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ചോദിച്ചിരുന്നു, ആ നടപ്പാക്കാത്ത 26 ഏതാണ് എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളരുത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം നടപ്പാക്കത്തതിന്റെ കണക്കെടുത്താൽ കുറേയുണ്ട്. അപ്പൊ ഈ നടപ്പാക്കാത്ത 26 ഏതാണെന്ന് നമ്മൾ ഈ വെറുതെ ഈ വായുവിലേക്ക് വെടിവെക്കുന്നതിന് പകരം 874 അതുകൂടി ഒന്ന് പ്രസിദ്ധീകരിച്ചതെങ്കിൽ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. വെറുതെ ഇങ്ങനത്തെ തള്ളൊക്കെ തള്ളിയിട്ട് കാര്യമുണ്ട്. അതിനൊക്കെ അപ്പുറം ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യമുണ്ട്. അവരനുഭവിച്ച 10 വർഷത്തെ ദുരിതം 10 വർഷമായിട്ട് പെൻഷൻ വർദ്ധിപ്പിക്കാത്തൊരു സർക്കാർ, 10 വർഷം വളരെ നീണ്ടൊരു കാലയളവാണ്. 10 വർഷം പെൻഷൻ വർദ്ധിപ്പിക്കാത്തൊരു സർക്കാർ അവസാനം 400 വർദ്ധിപ്പിച്ചു. ആശാ വർക്കർമാർ, അംഗനവാടി വർക്കർമാർ അവർക്ക് വാഗ്ദാനം ചെയ്ത പണം പോലും ഇല്ലാതെ ആക്കിയവരാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.